ഹലോ. അനിഷ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യ. നെറ്റ് കട്ട് ചെയ്യുക. ഡാനിയാസ് സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, സ്റ്റോപ്പ് ഷെയർ ചെയ്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഷെയർ. വന്നിട്ടുണ്ട്. ഓക്കെ. ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബീം കോളം ലേഔട്ട് പഠിച്ചു. ഈ ടാബ്സിന്റെ ചില ബേസിക് ആയിട്ടുള്ള ഇന്റർഫേസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ ടാബ്സിലുള്ള എഡിറ്റിംഗ് കമാൻഡ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഈ ടാബ്സിലേക്ക് സെൻട്രൽ ലൈൻ ഡയഗ്രാം ഈ ടാബ്സിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് ഞാനത് ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ എഡിറ്റിംഗ് കമാൻഡ്സ്, നമ്മൾ ബീംസ് ആഡ് ചെയ്യുന്നത്, പിന്നെ ബീം കോപ്പി എടുക്കുന്നതും റെപ്ലിക്കേറ്റ് ചെയ്യുന്നതും അതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇന്നത്തെ ക്ലാസ്സിൽ. പിന്നെ ലോഡ് ആപ്ലിക്കേഷൻ, ബീം വാൾ ലോഡ് കൊടുക്കുന്നത്, ഷെൽ ലോഡ് കൊടുക്കുന്നത്, അതെല്ലാം നമുക്ക് ഇന്ന് കാണാം. ഓക്കെ. ഇതിപ്പോ ഒരു ബേസിക് ഒരു ആർക്കിടെക്ചറൽ ഡ്രോയിങ് ആണ്. ഇതിൻ്റെ അകത്ത് ലിവിംഗ് റൂം, 2 ഡക്ക് ഉണ്ട്, ബെഡ്റൂം, ടോയ്ലറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അതിന് സെൻട്രൽ ലൈൻ വരച്ചു. ബീം കോളം ലേഔട്ടിന് സെൻട്രൽ ലൈൻ വരച്ചു. അത് കഴിഞ്ഞിട്ട് അതിനെ സെൻട്രൽ ലൈൻ നമ്മൾ എഡിറ്റ് ചെയ്തു. എഡിറ്റ് കമാൻഡ് വെച്ചിട്ട് എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള രൂപമാണിത്. ഓക്കെ. നെക്സ്റ്റ് എന്നിട്ട് എന്ത് ചെയ്തു? അതിന്റെ ഒരു കോപ്പി ഞാൻ എടുത്തിട്ട് അതിനെ ഞാൻ എക്സ്പ്ലോഡ് ചെയ്തു. അതായത് എക്സ്പ്ലോഡ് ചെയ്ത് എന്തിനാ? മൾട്ടിലൈൻ ഇങ്ങനെ ഒരു ഫുൾ യൂണിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഫുൾ സെലക്ട് ചെയ്തിട്ട് എക്സ്പ്ലോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഓരോരോ ലൈൻസ് ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിൽ നിന്ന് ക്വിക്ക് സെലക്ട് കമാൻഡ് വെച്ചിട്ട് യെല്ലോ കളർ, അതായത് സെൻട്രൽ ലൈൻ മാത്രം നമുക്ക് മതിയല്ലോ, അത് മാത്രം നമ്മൾ ഇങ്ങോട്ടേക്ക് എക്സ്ട്രാക്ട് ചെയ്തു. കോപ്പി എടുക്കുക, മൂവ് ചെയ്യുക, എങ്ങനെയാണെന്ന് ചെയ്യാം. ബീംസ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ബീം കോളം ബീം ലേഔട്ട് നമുക്ക് ക്ലയന്റിന് എന്തായാലും കൊടുക്കേണ്ടതാണ്. അപ്പം ബീംസ് അവിടെ ഇരിക്കുന്നതിൽ, അതായത് നമ്മൾ മൂവ് ചെയ്ത് മാറ്റിയാലും ബീംസ് അവിടെ റിമെയിൻ ചെയ്തതിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഇവിടെയൊക്കെ എന്തെങ്കിലും ട്രിം ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഓക്കെ. എന്നിട്ട് ഇത് സെൻട്രൽ ലൈൻ എല്ലാം എടുത്തിട്ട് ഇതിൽ നിങ്ങൾ ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് ഓടിച്ചിട്ട് നോക്കുക, എവിടെയെങ്കിലും ബീംസ് ആഡ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ ഇതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അത് ഞാൻ ടാബ്സിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അത് നമുക്ക് ബീംസ് ആഡ് ചെയ്യാനൊക്കെ ഉണ്ട് ഇതിൽ. അപ്പം അത് ഞാൻ അവിടെ വെച്ചിട്ട് എൻ്റർ ചെയ്യുന്ന കാണിച്ചു തരാം. അപ്പം ഫസ്റ്റ് നമ്മൾ ശരിക്കും നോക്കേണ്ടത് നമ്മുടെ ബീം കോളം ലേഔട്ട് ആർക്കിടെക്ചറൽ പ്ലാൻ അനുസരിച്ചിട്ട് എല്ലാം ഓക്കെ ആണോ എന്നാണ് നോക്കേണ്ടത്. അതായത് എല്ലാ ജോയിൻസും നമ്മൾ മൾട്ടിലൈൻ എഡിറ്റ് കമാൻഡ്സ് വെച്ചിട്ട് എല്ലാ ജോയിൻസും നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തു. ഓക്കെ. അപ്പൊ എല്ലാ ജോയിൻസും ജോയിന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ മറ്റേ പർജോളല്ല, പർജോൾ കമാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫുൾ സെലക്ട് ചെയ്തിട്ട് അത് ആ ഒരു ഫുൾ സെലക്ട് ചെയ്തിട്ട് അത് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അതായത് പർജോൾ കമാൻഡ് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിന്റെ മേളില് എന്തെങ്കിലും ഓവർലാപ്പ് ചെയ്ത് ലൈൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് പർജ് ചെയ്ത് കറക്റ്റ് ചെയ്ത് അത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഡിലീറ്റ് മീൻസ് ഇത് ഈ യെല്ലോ ലൈനിന്റെ മേളിൽ വേറെ യെല്ലോ ലൈൻ ഉണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിച്ചില്ല, പർജ് ചെയ്യാതെ ഈ ടാബ്സിലേക്ക് ഇമ്പോർട്ട് ചെയ്താൽ അവിടെ 2 ബീംസ് ആയിട്ട് അത് ഡിഫൈൻഡ് ആവും. ഓക്കെ. അപ്പം ലൈൻസ് ഈ ടാബ്സിൽ നമ്മൾ സെൻട്രൽ ലൈൻസ് വെച്ചിട്ടാണ് ബീംസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ഈ സെൻട്രൽ ലൈൻസിന് നമ്മൾ ബീംസ് എന്ന് പേര് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രഷ് ഡ്രോയിങ് എടുക്കുക. ഫ്രഷ് ഡ്രോയിങ് എടുത്തിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ക്ലാസ്സിൽ എടുത്തതാണ്. ഫ്രഷ് ഡ്രോയിങ് എടുക്കുക. യൂണിറ്റ് ഫസ്റ്റ് നമുക്ക് MM-ലായിരിക്കണം കൊടുക്കേണ്ടത്. പ്രിസിഷൻ 2 ഓക്കെ കൊടുത്തു. എന്നിട്ട് നമ്മുടെ സെൻട്രൽ ലൈൻ ഇത് സെന്റിമീറ്റർ ആണ് ഉള്ളത്. അതായത് എനിക്ക് എങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് ഡയമെൻഷൻ എടുക്കാം. അപ്പൊ 20 സെന്റിമീറ്റർ വിത്തുള്ള ബീം ആണ് ഇതിൽ കാണുന്നത്. അപ്പൊ നമുക്ക് MM-ലല്ലേ വേണ്ടത്. അപ്പൊ അവിടെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സ്കെയിൽ ചെയ്താൽ മതി. ഇവിടെ വെച്ച് ചെയ്യണമെന്നില്ല.
കാരണം ഓൾറെഡി ഡ്രോയിങ് സെന്റിമീറ്ററിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്യുക. ഇതിനെടുത്ത് അപ്പുറത്തേക്ക് കൺട്രോൾ സി കോപ്പി എടുത്തിട്ട് കൺട്രോൾ വി എടുക്കുക. അപ്പോൾ സ്പെസിഫൈ ഇൻസേർഷൻ പോയിന്റ്, അതായത് നെക്സ്റ്റ് ഫയലിലേക്ക് നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ ഒരു ഇൻസേർഷൻ പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. 0 0 ആണ് വേണ്ടത്, കാരണം ഒറിജിനലാണ് നമുക്ക് വേണ്ടത്. ഒറിജിനലിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് 0 0 കൊടുക്കുക. അപ്പൊ അത് ഒറിജിനലിൽ വന്ന് നിന്നിട്ടുണ്ട്. ഓക്കെ, ഒറിജിനലാണ്, വേറെ എവിടെയും വെക്കരുത്, കാരണം ഇവിടെ ഇതിന് അങ്ങനെ തന്നെ നമുക്ക് ഈ ടാബ്സിലേക്ക് കൊണ്ടുപോകാനുള്ള. ഈ ടാബ്സിലും ഒറിജിനലാണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇവിടെ വെച്ച് സ്കെയിൽ ചെയ്യുക. ഇപ്പൊ ഓൾറെഡി സെന്റിമീറ്ററിലാണ് ഈ ഡ്രോയിങ് നിൽക്കുന്നത്. ഇത് mm സ്കെയിൽ ചെയ്യുക. SC എൻ്റർ, ബേസ് പോയിന്റ് 10, ഇത് mm എന്നിട്ട് ഈ ഡ്രോയിങ്ങിനെ നമ്മൾ DXF ഫയലായിട്ട് സേവ് ആസ് ചെയ്യാം. ആദ്യം ഒന്ന് ജസ്റ്റ് ഈ ഒരു നോർമൽ CAD ഫയലായിട്ട് സേവ് ചെയ്യാം. നോർമൽ CAD ഫയലായിട്ട് സേവ് ചെയ്യുക, അല്ലെങ്കിൽ മാത്രമല്ല DXF ഫയലായിട്ടും സേവ് ചെയ്യാം. ഇപ്പൊ ഡ്രോയിങ് 2 എന്ന് പറഞ്ഞൊരു CAD ഫയലായിട്ടാണ് സേവ് ചെയ്തത്. ഇനി നെക്സ്റ്റ് DXF, അത് CAD ഫയൽ ചെയ്യേണ്ടത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. DXF ഫയലായിട്ട് സേവ് ചെയ്യുക. അതെങ്ങനെയാന്ന് വെച്ചാൽ സേവ് ആസ് കൊടുത്തിട്ട് ഇവിടെ ഫയൽ ടൈപ്പ് DXF ഫയൽ സേവ് കൊടുത്തു. അപ്പോൾ ഇത് DXF ഫോർമാറ്റിലാണ് വരുന്നത്. ഓക്കെ, ഈ DXF ഫോർമാറ്റിലാണ് ഈ ടാബ്സിലേക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഇത് സേവ് ചെയ്ത് DXF ഫയൽ സേവ് ആയിട്ട് AutoCAD ഓഫ് ചെയ്യാം. അതായത് നമ്മളുടെ ഫയലിൽ നിൽക്കുന്ന AutoCAD ഓഫ് ചെയ്തതിന് ശേഷം, ഓഫ് ചെയ്യരുത്. ഇപ്പം ഈ ഒരു ഇത് 0 ലെയറിലാണ് നിൽക്കുന്നത്. അത് ബീം എന്ന് പറഞ്ഞൊരു ലെയറിലേക്ക് കൊടുക്കാം. ബീംസ് എന്ന് പറഞ്ഞ ലെയറിലേക്ക് അതിനെ അസൈൻ ചെയ്യാം. എന്ന് വെച്ചാൽ ഈ പേരിലാണ് നമ്മൾ ഈ ടാബ്സിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഇതിനെ സേവ് ചെയ്യാം. സേവ് ആസ് ഡ്രോയിങ് തന്നെ ഇതിനെ റീപ്ലേസ് ചെയ്തു. പിന്നെ ഇതിനെ സേവ് ആസ് DXF ഫയല് സെയിം നെയിം തന്നെ സേവ് ചെയ്തു. റീപ്ലേസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ വേറെ പേര് ഗ്രൗണ്ട് ഫ്ലോർ ബീം കോളം ലേഔട്ട്, ബീം ലേഔട്ട് എന്നോ അങ്ങനെ എന്തെങ്കിലും പേര് കൊടുക്കാം. ഇപ്പൊ തൽക്കാലം ഞാൻ പേര് മാറ്റുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടി പറയതൊക്കെ നേരത്തെ ക്ലാസ്സിൽ എടുത്തതായിരുന്നു. യെസ് കൊടുത്തു. എന്നിട്ട് CAD ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം ഈ ടാബ്സ് ഓൺ ചെയ്യാം. ഈ ടാബ്സ് ഓൺ ചെയ്യാം. ഓക്കെ, ഈ ടാബ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ടാബ്സിൽ നമുക്കത് ന്യൂ മോഡൽ എടുത്തിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ബ്ലാങ്ക് ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് അതിൽ മീൻസ് യൂണിറ്റ് എല്ലാം ഇന്ത്യൻ സെറ്റ് ആക്കിയിട്ട് ബ്ലാങ്ക് ഗ്രിഡ് യൂസ് ചെയ്യാതെ ബ്ലാങ്ക് കമാൻഡ്സ്, ബ്ലാങ്ക് ടെംപ്ലേറ്റ് എടുത്ത് നമുക്ക് അങ്ങനെ ഈ ടാബ്സ് സ്റ്റാർട്ട് ചെയ്യാം. ബീം കോളം അങ്ങനെ ഡിഫൈൻ ചെയ്ത്. അപ്പൊ ഞാൻ ഓൾറെഡി ഒരു പുതിയൊരു ഞാനൊരു ഫയല് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് എന്ന് വെച്ചാൽ അതിൽ ഓൾറെഡി ബീംസും എല്ലാം ക്രിയേറ്റഡ് ചെയ്ത് വെച്ചേക്കാം. അതിൽ എഡിറ്റ് ചെയ്താൽ മതി എളുപ്പം വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ പ്രോജക്റ്റും നമ്മൾ ഓരോ ബീംസ് നമ്മൾ അത് സെലക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ബൈ ഡിഫോൾട്ട് ഇവിടെ ഇത്രയും, അതായത് കുറച്ച് സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇത്രയും 3rd ഫ്ലോർ വരെ 13th ഫ്ലോർ, പിന്നെ ടെറസ്, ഓവർഹെഡ് ടാങ്ക് അത് വരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രൊജക്റ്റ് അനുസരിച്ച് ഇതിനെ മോഡിഫൈ ചെയ്താൽ മതി. നമ്മൾ ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചാൽ പിന്നെ അടുത്ത പ്രൊജക്റ്റിനൊക്കെ ആ ടെംപ്ലേറ്റിനെ എഡിറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രൊജക്റ്റിനും ആദ്യമേ
സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ തന്നെ സമയം പോകും. ഓക്കെ, അപ്പൊ ഇതനുസരിച്ച് സ്റ്റോറി ഹൈറ്റ് ഒക്കെ നമുക്ക് എനിക്ക് നമ്മുടെ പ്രൊജക്റ്റ് അനുസരിച്ച് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ എന്റെ പ്രൊജക്റ്റിൽ എനിക്ക് ഗ്രൗണ്ട് ഫ്ലോർ ബേസ്മെന്റ് അത്രയും മാത്രം മതി. ഓക്കെ, അപ്പൊ അതിനായിട്ട് ഇപ്പം ഞാനിപ്പം ഈ ബേസ്മെന്റ് ഡിലീറ്റ് ചെയ്യാണ്. ഇതെടുത്തത് എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? എഡിറ്റ് എടുക്കുക, എഡിറ്റ് സ്റ്റോറീസ് എടുക്കുക, മോഡിഫൈ എടുക്കുക, എന്നിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഫ്ലോർ എല്ലാം ഡിലീറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡിലീറ്റ് സ്റ്റോറി കൊടുത്തു, ഡിലീറ്റ് ആക്കി. ബേസ്മെന്റ് വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇതിപ്പം നമ്മൾ MM-ലാണ് നമ്മൾ ഡ്രോയിങ്ങിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. പക്ഷെ ഇവിടെ ഈ ടാബ്സ് വർക്ക് ചെയ്യുന്നത് ഇൻ മീറ്റേഴ്സിലാണ്. ഓക്കെ, മെഷർമെന്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇൻ മീറ്റേഴ്സ്. നമ്മൾ ഒരു ബീം വരയ്ക്കുകയാണെങ്കിലും ബീം മൂവ് ചെയ്യണമെങ്കിലും എല്ലാം മീറ്റേഴ്സിലാണ് നമ്മൾ പറയുന്നത്. നമ്മൾ വരയ്ക്കുന്നത് പക്ഷേ MM-ലായിരിക്കണം. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. മറ്റേ ഹെഡ് റൂം ഉണ്ടെങ്കിൽ നമുക്ക് അത് ഹെഡ് റൂം ഇവിടെ കൊടുക്കാം കേട്ടോ. ഹെഡ് റൂം ഹൈറ്റ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. എന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഹൈറ്റ് എത്രയാ? ഗ്രൗണ്ട് ഫ്ലോർ ടു ഫ്ലോർ ഹൈറ്റ് കൊടുക്കാം. അത് 2.7, 2.5 അല്ലെങ്കിൽ 3 മീറ്റർ അങ്ങനെ പറഞ്ഞു കൊടുക്കാം. എല്ലാ ഫ്ലോറിനും 3 മീറ്റർ എന്ന് പറഞ്ഞു കൊടുക്കാം. പിന്നെ സോറി, ബേസ്മെന്റ് ടു ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുമ്പോൾ ഫൗണ്ടേഷൻ ഹൈറ്റ് ആണ്. അപ്പൊ ഫൗണ്ടേഷൻ ഹൈറ്റ് മിക്കതും 1.2, 1.5 അങ്ങനെ കൊടുക്കാറ്. പൈൽ ഫൗണ്ടേഷൻ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് മാറും. ബേസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സോയിലിന്റെ ആ ഒരു പോയിന്റ് മുതൽ ഫൗണ്ടേഷന്റെ ബേസ് നിൽക്കുന്ന സോയിലായിട്ട് ടച്ച് ചെയ്തിരിക്കുന്ന ആ പോയിന്റ് മുതലാണ്, അതിനെയാണ് നമ്മൾ ബേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അവിടെ നിന്ന് ഫൗണ്ടേഷൻ ഹൈറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അത് ശ്രദ്ധിക്കണം എപ്പോഴും. പിന്നെ ഇതിനെ നമുക്ക് വേണമെങ്കിൽ റീനെയിം ചെയ്യാം. സ്റ്റെയർ റൂമെന്നോ അല്ലെങ്കിൽ ടെറസെന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ഇപ്പൊ ടെറസ് തന്നെ ഇരിക്കട്ടെ. ഇതെന്ന് പറഞ്ഞാല് സെക്കൻഡ് ഫ്ലോർ ടു ടെറസ് 2.8 മീറ്റർ അങ്ങനെ എപ്പോഴും കൺസിഡർ ചെയ്യണം. പിന്നെ മാസ്റ്റർ സ്റ്റോറി നിങ്ങൾക്ക് അറിയാം, ഗ്രൗണ്ട് ഫ്ലോറിനെക്കാട്ട് സെയിം ആണ് ഫസ്റ്റ് ഫ്ലോർ എങ്കിലും മാസ്റ്റർ സ്റ്റോറി ഗ്രൗണ്ട് ഫ്ലോറിനെ മാസ്റ്റർ ആക്കി വെക്കുക. എന്നിട്ട് ഫസ്റ്റ് ഫ്ലോർ നോയാണ്, സിമിലർ ടു ഗ്രൗണ്ട് ഫ്ലോർ കൊടുക്കാം. ഇതും നോ കൊടുക്കാം. എന്ന് വെച്ചാൽ ഇതിന്റെ ടിപ്പിക്കൽ ആണെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അതിന് ടിപ്പിക്കൽ തൽക്കാലം കൊടുത്തിട്ട് സിമിലർ ആയിട്ട് കൊടുത്തിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഫ്ലോറിൽ ചെന്നിട്ട് ആ ബീംസിനെ അങ്ങ് ഡിലീറ്റ് ആക്കുക, അല്ലെങ്കിൽ ബീംസിനെ ആഡ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുക്കാം. ജസ്റ്റ് ഓക്കെ കൊടുക്കാം. ഇപ്പം നിലവിൽ നമുക്ക് ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പം ഇവിടെ അപ്പ് ആൻഡ് ഡൗൺ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അത് നമുക്ക് ഇവിടെ ഈ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുക, പ്ലാൻ വിൻഡോ ആക്ടിവേറ്റ് ചെയ്യുക. ആക്ടിവേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്ലൂ കളേഴ്സ് ഇവിടെ ആണെങ്കിൽ ഇത് ആക്ടിവേറ്റ് ആയ ഇത് ബ്ലൂ കളർ ആവും. ഓക്കെ, സെലക്ട് ചെയ്യുക. എന്നിട്ട് അപ്പ് ആൻഡ് ഡൗൺ, അതായത് ഇപ്പൊ നമുക്ക് നിലവിൽ എത്ര ഫ്ലോർ ഉണ്ടെന്ന് നോക്കാം. ബേസിന്റെ മേലില് ഗ്രൗണ്ട് ഫ്ലോർ, അതിന് മേൽ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ ആൻഡ് ടെറസ്. ഓക്കെ, ഇതിങ്ങനെ മേലിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. യൂസ് ചെയ്യാം. എന്നിട്ട് ഗ്രൗണ്ട് ഫ്ലോർ സെലക്ട് ചെയ്തതിന് ശേഷം ഇത് വേണമെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്യാം. 3D നമുക്ക് കറസ്പോണ്ടിങ് കാണണമെങ്കിൽ 3D വ്യൂ കാണണമെങ്കിൽ ഇവിടെ ഒരു വിൻഡോ ആഡ് ചെയ്ത് കൊടുക്കാന്നുള്ള. ഈ വിൻഡോ എങ്ങനെ ആഡ് ചെയ്യണമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ. എന്നിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് പ്ലാൻ ആക്ടിവേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫയലിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം, CAD ഫയൽ. അതിനായിട്ട് ഫയൽ, ഇമ്പോർട്ട് DXF ഫയൽ ഓഫ് ഫ്ലോർ പ്ലാൻ, അതെടുക്കാം. എന്നിട്ട് നമ്മൾ സേവ് ചെയ്ത സ്ഥലം എടുക്കാം. ഓക്കെ, ഓപ്പൺ കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോ വരും. അപ്പൊ നമ്മുടെ CAD ഫയലിന്റെ അകത്ത് 0 ലെയർ ഉണ്ടായിരുന്നു, ബീം ലെയർ ഉണ്ടായിരുന്നു. ബീംസ് ഞാൻ ആഡ് ചെയ്ത് അങ്ങനെ കൊടുത്തതാണ്. 0 ലെയർ ബൈ ഡിഫോൾട്ട് ഉള്ളതാണ് CAD-ല്. അപ്പൊ ബീംസിന് നമ്മൾ ബീം എന്നാണ് നമ്മൾ അതിനെ തന്നെ ബീമായിട്ട് തന്നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരിക.
ഓക്കെ, ആ ബീമിന്റെ സൈസ് നമുക്ക് ഇവിടെ പറയാം 2040. നമുക്ക് ഇനീഷ്യലി എല്ലാ ബീംസ് നമ്മൾ കൊണ്ടുവരുന്ന എല്ലാ ബീംസും 2040 വരെ വരും. സ്പെസിഫിക് ആയിട്ട് മാറ്റാൻ പറ്റില്ല. സ്പെസിഫിക് ആയിട്ട് മാറ്റണമെങ്കിൽ തൽക്കാലം ഏറ്റവും കൂടുതലുള്ള സൈസുള്ള ബീംസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് തൽക്കാലം ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം അതിന് സൈസ് ബീംസ് എവിടേക്കാണ് മാറ്റമുള്ളത് അതിനെ സെലക്ട് ചെയ്ത് മാറ്റാൻ പറ്റും. ഇപ്പൊ തൽക്കാലം ഏതിനാണ് മേജർ ആയിട്ടുള്ള ബീം സൈസ് ഉള്ളത് അതിന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുക. കോളം നമ്മൾ വെച്ചിട്ടില്ല, നമുക്ക് തൽക്കാലം കോളം 2040 എന്ന് തന്നെ പറയാം. ഫ്ലോർ പ്രോപ്പർട്ടി സ്ലാബ് 110. ഇതെല്ലാം ഓൾറെഡി ഡിഫൈൻ ചെയ്ത് മെറ്റീരിയൽ പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യുന്നതും സെക്ഷൻ പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യുന്നതും കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പൊ അത് ഒന്നുകൂടി പറഞ്ഞാൽ അത് വീണ്ടും ടൈം പോകും, പുതിയ ടോപ്പിക്കിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് പറയാത്തത്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെ ലിങ്ക് റെഫർ ചെയ്യുക, റെക്കോർഡിങ്സ് റെഫർ ചെയ്യാം. ഓക്കെ, ഫ്ലോർ പ്രോപ്പർട്ടി ഇപ്പൊ തൽക്കാലം എല്ലാ സ്ലാബിലും 110 എന്ന് പറഞ്ഞൊരു ബേസിക് ഇതിലാണ് കൊടുക്കുക. അപ്പൊ നമ്മൾ സ്ലാബ് നമുക്ക് ക്യാഡിൽ കൊടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം. പക്ഷെ ഇപ്പൊ നമ്മൾ ബീംസ് മാത്രം കൊടുത്തിട്ട് സ്ലാബ് ക്യാഡിൽ ഈ ടാപ്സിൽ കൊടുക്കണമായിരിക്കും നല്ലത്. ഓക്കെ, പിന്നെ എന്തെങ്കിലും കോളം നമ്മൾ ഓൾറെഡി കോളം ക്യാഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന് കോളം ലെയർ നമ്മൾ ആഡ് ചെയ്തിട്ട് ഇവിടെ കോളം ലെയർ വന്നാൽ അതിന് നമുക്ക് ടിക്ക് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. ഓക്കെ, എന്നിട്ട് പ്ലാൻ ലൊക്കേഷൻ. പ്ലാൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏത് ഫ്ലോറിലേക്കാണ് അത് ഇമ്പോർട്ട് ചെയ്യേണ്ടത് ആ ഫ്ലോറിന് സെലക്ട് ചെയ്യാം. എനിക്ക് ഗ്രൗണ്ട് ഫ്ലോറിലാണ് വേണ്ടത്, GF സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് സേവ് ആസ് മോഡിലായിട്ടായിരിക്കും വരുന്നത്. അതായത് നമ്മുടെ ഈ പെർട്ടിക്കുലർ പ്രൊജക്ട് ഏതെങ്കിലും ഒരു ലൊക്കേഷനിലേക്ക് സേവ് ചെയ്യാം, അത് തന്നെ വരുന്നതാണ് നമ്മൾ അത് കൊടുക്കുമ്പോൾ. തൽക്കാലം ഏതെങ്കിലും ഒരു നമ്മുടെ പ്രൊജക്ട് നെയിം കൊടുക്കുക. കണ്ടോ, ഇപ്പം ഗ്രൗണ്ട് ഫ്ലോറിൽ ആ ഒരു പെർട്ടിക്കുലർ ബീംസ് എല്ലാം ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോ 3D വ്യൂ ആണ്. ഇപ്പൊ 3D ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഷിഫ്റ്റ് പ്ലസ് മൗസ് വീൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് അത് കൂടുതൽ അടുത്തടുത്ത ഫ്ലോർ വരുമ്പോഴേ നിങ്ങൾക്ക് അത് കാണുമ്പോൾ ഒരു ഇത് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ബീംസ് മാത്രം ഗ്രൗണ്ട് ഫ്ലോറിൽ ബീംസ്, അതായത് പ്ലിന്ത് ബീംസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇതിലെ ബീം സൈസ് നമുക്ക് എല്ലാം 2040 ആണ് കാണാൻ പറ്റും. അതായത് ഇത് സെലക്ട് ചെയ്യാം, ഏതെങ്കിലും ഒരു ബീം സെലക്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു ബീമിന്റെ സൈസ് കാണണമെങ്കിൽ ആ ബീമിനെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോ വരും. അതില് അസൈൻമെന്റ് സെക്ഷൻ പ്രോപ്പർട്ടി 2040 ആണ് നമുക്ക് കാണാം. നമുക്കിപ്പോ ഏത് ബീം എടുത്താലും 2040 കാണുള്ളൂ. കാരണം എന്താ, ബീമിന്റെ സൈസ് എല്ലാം കൊണ്ടുവന്നപ്പോ എല്ലാം 2040 എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ബീം, ഈ ഒരു ബീമിനെ എനിക്ക് 2030 ആക്കണമെങ്കിൽ ബീം സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കണം കേട്ടോ. ഇത് കൊണ്ടുവരുന്നതിന് മുന്നേ നമുക്ക് വേണ്ട ബീം സൈസും കോളം സൈസ് എല്ലാം സ്ലാബ് സൈസ് എല്ലാം സ്ലാബ് പ്രോപ്പർട്ടീസ് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് എല്ലാം ഡിഫൈൻ ചെയ്തതിന് ശേഷമേ ഇങ്ങനെ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഡൗൺ ആരക്കി വെച്ചിട്ട് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, മീൻസ് 2030 ആക്കാൻ സെലക്ട് ചെയ്യുക, ഡൗൺ ആരക്കി 2030 ഇതിൽ കാണുന്നില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് 35 പ്ലിന്ത് ബീം സ്റ്റാർട്ടിങ് 35 40 അങ്ങനെയൊക്കെയാ എടുക്കുന്നത്. 30 ഇല്ല. അപ്പൊ എന്ത് ചെയ്യാം, മെറ്റീരിയൽ പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യാം. ഡിഫൈൻ മെറ്റീരിയൽ സെക്ഷൻ പ്രോപ്പർട്ടി ഫ്രെയിം സെക്ഷൻ. എനിക്ക് ഇതിന്റെ ഒരു കോപ്പി എടുത്താൽ മതി, കാരണം ഇത് M25 ഓൾറെഡി ഡിഫൈൻഡ് ആണ്. അപ്പം ഇതിന്റെ കോപ്പി എടുത്തിട്ട് അതിന്റെ സൈസ് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. പേരെന്താ, B200/300. അതിന്റെ ഗ്രേഡ് 25. ഓക്കെ, 300 അല്ലെങ്കിൽ വേണ്ട 350 കൊടുക്കാം. 350 അല്ലെങ്കിൽ 250/400 അങ്ങനെയും കൊടുക്കാം. പിന്നെ റെക്ടാംഗിൾ സെക്ഷൻ ആയിട്ട് അതിന്റെ കോപ്പി എടുത്തുകൊണ്ട് വേറെ ചേഞ്ച് ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഓക്കെ കൊടുക്കാം. ഇപ്പൊ കോപ്പി എടുത്തപ്പോഴാണ് ശ്രദ്ധിച്ചത് ബീം 2040 അത് M30ലാണ് നിൽക്കുന്നത്. കണ്ടോ, എനിക്ക് 25 ആണെങ്കിൽ സെലക്ട് ചെയ്തിട്ട് മോഡിഫൈ കൊടുക്കാം, ഷോ പ്രോപ്പർട്ടി, എന്നിട്ട് അതിനെ 25 ആക്കുക, ഓക്കെ കൊടുക്കാം. ഓക്കെ, അപ്പം ഓക്കെ 2040 25ലാണ്
M25 ഡിഫൈൻഡ് ആയ ഗ്രേഡ് നമുക്ക് സ്പെസിഫൈ ചെയ്ത് ഓക്കെ കൊടുക്കാം. എന്നിട്ട് ഇവിടെ ബീം സെലക്ട് ചെയ്യാം. 200/350. ഓക്കെ, അതിൽ വന്നു. അപ്പം ഈ ബീം സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോളംസ് പ്രൊവൈഡ് ചെയ്യാം. കോളംസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്കിവിടെ ബീംസ് വരയ്ക്കുന്നതും കോളം വരയ്ക്കുന്നതും കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തായിരുന്നു, പറഞ്ഞായിരുന്നു. അപ്പം കോളം കൊടുക്കാനായിട്ട് റൈറ്റിൽ ക്വിക്ക് ഡ്രോപ്പ് കോളംസ് ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. കോളംസ് ഓൾറെഡി ഡിഫൈൻഡ് ആയതുകൊണ്ട് നമ്മൾ അതെടുത്തിട്ട് കോളം പ്രോപ്പർട്ടി ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. 2040 സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അപ്പം ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കോളം ആണെങ്കിൽ ഇങ്ങനെ ഹൊറിസോണ്ടൽ ഇങ്ങനെ ചുമ്മാ ഇവിടെ വെക്കാം. ഇവിടെ കോളം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആഡ് ചെയ്തേക്കുന്നത്. ഇതിന്റെ ഹൈറ്റ് 1 മീറ്റർ ആണ്. നമ്മൾ ഫൗണ്ടേഷൻ ഹൈറ്റ് പറഞ്ഞില്ലേ, ഇതാണ് ബേസ് പോയിന്റ്, സോയിലിന്റെ ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റ്. ആ പോയിന്റ് ടു ഫൗണ്ടേഷന്റെ പോയിന്റ്, പ്ലിന്ത് ബീം ലെവൽ വരെയുള്ള ഹൈറ്റ് ആണ് ഇത്. ഇങ്ങനെ കൊടുത്തു. പിന്നെ ഇവിടെ സ്റ്റെയർ റൂം ആണ്. അപ്പൊ സ്റ്റെയർ റൂം ആണെങ്കിൽ ഇവിടെ ഒരു കോളം വേണ്ടി വരും. അപ്പം പക്ഷെ ഈ കോളം എനിക്ക് നേരെയാണ് കൊടുക്കേണ്ടത്. അപ്പം നേരെ എന്താ വെച്ചാൽ എനിക്ക് ഇതിന്റെ റൊട്ടേറ്റ് ചെയ്ത് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഇത് വെക്കണതിന് മുന്നേ ആംഗിൾ ഡിഗ്രി 90 കൊടുക്കാം. അപ്പം ജസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോൾ 90ലേക്ക് വന്നോളൂ. ഓക്കെ, പിന്നെ ഇവിടെ ഒരു കോളം വേണമെങ്കിൽ കൊടുക്കാം. അത് 0 ഹൊറിസോണ്ടലി വെക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പം കോളത്തിന്റെ ഇപ്പം നമ്മൾ ഈ ടാബ്സിൽ കൊണ്ടുവന്നിട്ട് എല്ലാ കോളം കൊടുക്കുന്നത്. കോളം ഓൾറെഡി ആർക്കിടെക്ചർ ജോമെട്രി ആർക്കിടെക്ചർ ഫിക്സ് ചെയ്തിട്ട് ശേഷം അവരുടെ അപ്രൂവലൊക്കെ വാങ്ങിച്ചതിന് ശേഷം മീൻസ് ആർക്കിടെക്റ്റ് ആണ് കോളംസ് ലൊക്കേറ്റ് ചെയ്യുന്നത് അവരുടെ മോഡൽ അനുസരിച്ചിട്ട്. അല്ലെങ്കിൽ നമുക്കും ചില റയർ കേസിൽ നമ്മളും കൊടുക്കാറുണ്ട് കോളം പോയിന്റ് കൊടുക്കുന്നത്, അതിന്റെ ഓറിയന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പം എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ബീംസ് വരയ്ക്കുന്നത്. എന്നിട്ട് ആ ബീം കോളം ലേഔട്ട് ആണ് നമ്മൾ ആർക്കിടെക്ചറിൽ നിന്ന് പ്രൊസീജിയർ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ ഈ ടാബ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ ഇതിന്റെ മുന്നേ ഉണ്ട്. അപ്പൊ കോളംസ് ഇപ്പോഴല്ല വെക്കണ്ടേ. കോളംസ് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഡ്രോയിങ്ങിൽ ഉണ്ടെങ്കിൽ ഡ്രോയിങ് റെഫർ ചെയ്ത് കോളം വെച്ചാൽ മതി. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കോളം പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വെറുതെ റാൻഡം ആയിട്ട് കോളംസ് കൊടുക്കുകയാണ്. ശരിക്കും ഓറിയന്റേഷൻ ഒക്കെ അതിനനുസരിച്ച് ആലോചിച്ച് നമ്മൾ റൂമിന്റെ ഇതൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കോളംസ് എല്ലാം പ്ലേസ് ചെയ്തതിനു ശേഷം എസ്കേപ്പ് ചെയ്യുമ്പോൾ അത് ആ ഒരു കമാൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ CAD-ലാണെങ്കിലും റെവിറ്റിലാണെങ്കിലും എസ്കേപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ഓപ്ഷൻ പോവും, ആ ഒരു ഇത് ഡീആക്ടിവേറ്റ് ആ ഓപ്ഷൻ. നമ്മൾ വെച്ച കോളംസ് എല്ലാം ഇവിടെ കാണാൻ പറ്റും. കോളംസ് ഇവിടേക്ക് ആഡ് ചെയ്യാനുണ്ട് കേട്ടോ, ഇങ്ങനെയല്ല. ഓക്കെ, എന്നിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ 1 സ്റ്റോറി ഫുൾ സ്റ്റോറി, ഇപ്പൊ ഫുൾ സ്റ്റോറി കൊടുക്കണ്ട, വേണമെങ്കിൽ ഫുൾ സ്റ്റോറി കൊടുക്കാം, കുഴപ്പമില്ല. കോളംസ് ആഡ് ചെയ്യണത് ഓൾ സ്റ്റോറി ഇട്ടിട്ട് അല്ല, സിമിലർ സ്റ്റോറി ഇടാം. സിമിലർ സ്റ്റോറി എന്ന് പറയുമ്പോൾ മാസ്റ്റർ സ്റ്റോറി എന്ന് പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നു. അതായത് ഫസ്റ്റിലും സെക്കൻഡിലും മാത്രമേ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിന് സിമിലർ ആയിട്ട് വരും. അപ്പൊ ഗ്രൗണ്ട് ഫ്ലോർ കൊടുക്കുന്ന കോളംസ് എല്ലാം ബാക്കി ഫ്ലോറിലേക്ക് ഒരു ഫ്ലോറിൽ കൊടുത്താൽ ബാക്കിയിലേക്ക് തന്നെ കോപ്പി ആയിരിക്കും. നമ്മൾ പിന്നെ ആ ഫ്ലോർ ചെന്നിട്ട് വീണ്ടും വരയ്ക്കേണ്ട ആവശ്യമില്ല. അത് സിമിലർ സ്റ്റോറി ഇട്ടാലേ വരുള്ളൂ. ഞാനിപ്പോ 1 സ്റ്റോറി ഇട്ടിട്ട് കൊടുത്തിട്ട് അതുകൊണ്ടാണ് ഇവിടെ മാത്രം വന്നത്. ഓക്കെ, ഇപ്പൊ എനിക്ക് അടുത്ത ഫ്ലോർ വേണം. അടുത്ത ഫ്ലോർ വേണമെങ്കിൽ റെപ്ലിക്കേറ്റ് ചെയ്യണം. റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് ബീംസ് എല്ലാം സെലക്ട് സിമിലർ കൊടുക്കുക. സെലക്ട് പ്രോപ്പർട്ടി ഫ്രെയിം സെക്ഷൻ. എനിക്ക് 2040 എല്ലാ ബീംസും വേണം. സെലക്ട് ചെയ്തു. അപ്പൊ ഇവിടെ കാണാം 2040 ബീംസ് എല്ലാം സെലക്ട് ആയി. ഇത് ആയില്ല കാരണം അത് 235 ബീമാണ്. അതിപ്പോ അവിടെ നിൽക്കട്ടെ തൽക്കാലം. എന്നിട്ട് അടുത്ത ഫ്ലോറിലേക്ക് നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്ത് ബീംസ് കറസ്പോണ്ടിങ് ഫ്ലോറിലെല്ലാം സെലക്ട് ചെയ്തിട്ട് ഇവിടെ റെപ്ലിക്കേറ്റ് ഓപ്ഷൻ ഉണ്ട്. അവിടെ സ്റ്റോറി വൈസ് റെപ്ലിക്കേറ്റ് ചെയ്യാം. എനിക്ക് അടുത്ത സ്റ്റോറി കോപ്പി കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, 2 ഫ്ലോർ വേണമെങ്കിൽ ഒരുമിച്ച് എടുക്കാം. അപ്ലൈ. ഓക്കെ, 2 ഫ്ലോറിലേക്കും റെപ്ലിക്കേറ്റ് ആയിട്ടുണ്ട്.
ഈ ബീം വന്നിട്ടില്ല. അത് കാരണം എന്താ, അത് 35യുടെയാണ്. അപ്പൊ അതിന് സെപ്പറേറ്റ് ആയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാം. അതിനെ നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് അതിന്റെ സൈസ് മാറ്റാം. അതായത് പ്ലിന്ത് ബീമിന്റെ ആ മേളിലേക്ക് വന്നാൽ ആ സെയിം ബീം സൈസ് ആണെന്ന് നിർബന്ധമില്ല. അപ്ലൈ. ഓക്കെ, കണ്ടോ ഇത് വന്നു. കോളം നമുക്ക് ഒന്നെങ്കിൽ വെച്ച് കൊടുക്കാം. അപ്പൊ ഞാൻ സിമിലർ സ്റ്റോറി ഇട്ടിട്ട് ഒരെണ്ണം കാണിച്ചു തരാം. ഫസ്റ്റ് ഫ്ലോർ എടുത്തു, കോളം സിമിലർ സ്റ്റോറി ഇട്ടിട്ടാണ്. അപ്പൊ നിങ്ങളുടെ ആഡ് ചെയ്യണം, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ 2 ഫ്ലോറിലും. കാരണം എന്താ, ഈ 2 ഫ്ലോറും സെയിം സൈസ് സെയിം ആണെന്ന് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇത് വന്നിട്ടുണ്ട്. അതായത് ഞാനിപ്പോ ഈ കോളം ഡിലീറ്റ് ആക്കാണ്. ഓക്കെ, ഇവിടെ ഞാൻ നേരത്തെ കോളം കൊടുത്തത് കൊണ്ട് അത് വന്നിട്ടുണ്ടായിരുന്നു. ഡിലീറ്റ് ആയി. കോളം എടുത്തു, കൊടുത്തു, വന്നു. നെക്സ്റ്റ് പോയിന്റ് കോളം എടുത്തു, ഇവിടെ കൊടുത്തു, ഇവിടെ വന്നു. അപ്പം ഞാൻ ഓൾറെഡി കൊടുത്ത കോളമായിട്ട് ഇത് ഓവർലാപ്പ് ആവുന്നുണ്ടോന്ന് ഞാൻ ഡിലീറ്റ് ചെയ്ത് നോക്കിയത്. ഇല്ല, കുഴപ്പമില്ല, ഓവർലാപ്പ് ആവുന്നില്ല. അങ്ങനെ ഡിലീറ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ അങ്ങനെ കാണാൻ ഓപ്ഷനും ഉണ്ട്. അത് സിമിലർ സ്റ്റോറി ഇട്ടാല് എല്ലാ ഫ്ലോറിലും ചെന്ന് എടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അതെന്താന്ന് വെച്ചാല് ഇവിടെ എന്താന്ന് വെച്ചാല് ഓക്കെ, ഇവിടെ ആർക്കിടെക്ചർ പ്ലാനില് ഇത് കണ്ടിട്ട് എന്തോ ഒരു അപാകത പോലെ ഇല്ലേ ഇവിടെ. അതെന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു ഡക്റ്റ് ഉണ്ട്. ഈ ഡക്റ്റിനെ ഞാൻ ഡിവൈഡ് ചെയ്ത് ഇവിടെ ബീം കൊടുത്തിട്ടില്ല. ആൻഡ് ഇവിടെ ഒരു ബീം കൊടുക്കാനുണ്ടായിരുന്നു, ഇവിടെയും ബീം കൊടുക്കാനുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് ഇത്ര എടുക്കുക. അപ്പൊ അത് ബീം കൊടുക്കാനായിട്ട് ഇപ്പം ഇവിടെ എനിക്കൊരു ഇത് ഡക്റ്റ് ആണ്. ഈ ഡക്റ്റിന് ഇത്രയും എനിക്കൊരു ബീം ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ ഈ ബീമിന് സെലക്ട് ചെയ്തിട്ട് എനിക്ക് റെപ്ലിക്കേറ്റ് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് അറിയാം എക്സ് ആൻഡ് വൈ ആക്സിസ് ഉണ്ട്. എക്സ് മേളിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ്, താഴത്തേക്ക് വരുമ്പോൾ നെഗറ്റീവ്. അങ്ങനെ നോക്കുക. എക്സ് ഇങ്ങോട്ടേക്ക് പോസിറ്റീവ്, ഇങ്ങോട്ടേക്ക് പോയാൽ നെഗറ്റീവ്. അതായത് എനിക്ക് താഴത്തേക്ക് വൈ ആക്സിസ് ത്രൂ വൈ ആക്സിസ് എനിക്ക് താഴത്തേക്ക് ഇവിടെ ഒരു ബീം ആഡ് ചെയ്യണം. സെയിം ഇതിന്റെ ഒരു കോപ്പി എടുത്ത് ഇവിടെ ആഡ് ചെയ്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് അത് ഡിസ്റ്റൻസ് കറക്റ്റ് ആയിട്ട് നോക്കണം. നിങ്ങൾ ഡിസ്റ്റൻസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇവിടെ നോക്കണം. എത്രയാണ് CAD ഡ്രോയിങ്ങില് ആ ഡിസ്റ്റൻസ് ആണ് നോക്കുന്നത്. ഞാൻ തൽക്കാലം ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാണ്. സെലക്ട് ചെയ്യുക, റെപ്ലിക്കേറ്റ് ഓപ്ഷൻ കൊടുക്കുക. ലീനിയർ ആണ്, ബൈ എക്സ് ബൈ വൈ ആണ്. മൈനസ് ഒരു 1.6 ഇട്ട് കൊടുക്കാം. എത്ര ശരിക്കും അത് നോക്കണം. കണ്ടോ 1.6 എടുത്തപ്പോ അപ്ലൈ കൊടുത്തില്ല. അപ്പൊ ഇതിന്റെ മേലിൽ വെച്ചപ്പോ തന്നെ അതിന്റെ ഒരു ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം എവിടെ വരുന്നു. അപ്പൊ എനിക്ക് ഇവിടെ തൽക്കാലം ഇവിടെ മതി. ഓക്കെ, ശരിക്കും ആ ഡിസ്റ്റൻസ് നോക്കണം കേട്ടോ. ഓക്കെ, എന്നിട്ട് അപ്പൊ അത് റെപ്ലിക്കേറ്റ് ആയി. അതായത് കോപ്പി എടുത്തു. എനിക്ക് ഇതിനെ ഇവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമല്ലോ. അങ്ങനെയല്ലേ, ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. ഫുൾ വേണ്ട, ഇവിടം വരെ മതി. ഈ ബീം ലേഔട്ട് വരെ മതി. അപ്പൊ അതിനായിട്ട് ഈ പെർട്ടിക്കുലർ ഏത് ബീമിനാണ് എക്സ്റ്റെൻഡ് ചെയ്യുക, ബീം സെലക്ട് ചെയ്യുക, ആ ജോയിന്റ് സെലക്ട് ചെയ്യുക. എപ്പോഴും ബീം സെലക്ട് ചെയ്തിട്ട് എക്സ്റ്റെൻഡ് ജോയിന്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് എങ്ങോട്ടേക്കാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ആ ഒരു ബീമും സെലക്ട് ചെയ്യുക. എന്നിട്ട് എക്സ്റ്റെൻഡ് ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അലൈൻ ജോയിൻ എഡ്ജസ് അതുണ്ട്. എക്സ്റ്റെൻഡ് ഈ ഒരു പോയിന്റ്, ഈ ഒരു ഓപ്ഷൻ ആണ്. നിങ്ങൾ ഓപ്ഷൻ മേലിൽ തന്നെ അതിൽ കാണാൻ പറ്റും കേട്ടോ എന്താ ചെയ്യേണ്ടത്.
എക്സ്റ്റെൻഡ് സെലക്ട് ചെയ്തതിന് ശേഷം ആദ്യം ബീമിനെ സെലക്ട് ചെയ്യുക, ജോയിന്റ് സെലക്ട് ചെയ്യുക, ഇങ്ങോട്ടേക്കാണുള്ള ബീം, ആ ബീം സെലക്ട് ചെയ്യുക, അപ്ലൈ കൊടുക്കുമ്പോൾ പോയി. അത്രയും ഇതായിട്ടുണ്ട്. ഓക്കെ, ഇനി എനിക്ക് ഈ ബീം വേണ്ടെങ്കിൽ, അതായത് ഈ ബീമിനെ എനിക്ക് വേണ്ട, ഈ ഒരു പെർട്ടിക്കുലർ ബീം, പക്ഷെ ബീം സെലക്ട് ചെയ്തപ്പോൾ അത് ഈ ഒരു ഫുൾ ബീം ആയിട്ടാണ് വന്നേക്കുന്നത്. എനിക്ക് ഇങ്ങനെ ഇതിനെനിക്കൊന്ന് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യാനായിട്ട് ഇതിപ്പോ ജസ്റ്റ് ക്ലോസ് ചെയ്യാം. ഡിവൈഡ് ചെയ്യാനായിട്ട് ആ ബീമിനെ സെലക്ട് ചെയ്യുക, ഡിവൈഡിങ് ബീംസ് ആ ഒരു ഇത് നമ്മൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഡിവൈഡ് ഷെൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഡിവൈഡ് ബീംസ്. ഡിവൈഡ് ഫ്രെയിംസ്, ബ്രേക്ക് അറ്റ് ഇന്റർസെക്ഷൻ, അപ്ലൈ. ഓക്കെ, അപ്പം ആ ഇന്റർസെക്ഷൻ എവിടേക്കാണ് നമ്മൾ ഇന്റർസെക്ഷൻ സെലക്ട് ചെയ്ത് അതെല്ലാം ഡിവൈഡ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ആ ബീം ഡിലീറ്റ് ആക്കാം. ഓക്കെ, അപ്പൊ ആ ബീം പോയി. പിന്നെ ഇത് എനിക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ഫ്രെയിംസ് ഉണ്ട്, ഡിവൈഡിന്റെ ഇപ്പുറത്ത് ജോയിൻ ഫ്രെയിംസ് കൊടുക്കുക. ബീമിന് സെലക്ട് ചെയ്യണം കേട്ടോ, ജോയിന്റ് ആയി. ആ വിൻഡോ വരില്ല, ജസ്റ്റ് ആ ബീം രണ്ടും സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ആ ഓപ്ഷൻ ആക്റ്റീവ് ആവും. ജോയിൻ ഫ്രെയിംസ് കൊടുത്താൽ മതി. ഇനി ഡിവൈഡ് പറഞ്ഞു, ജോയിൻ പറഞ്ഞു, റെപ്ലിക്കേറ്റ് പറഞ്ഞു, റെപ്ലിക്കേറ്റ് ബൈ സ്റ്റോറി പറഞ്ഞു. ഇനി ഇവിടെ ഒരു സ്റ്റെയർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇവിടെ ഒരു സ്റ്റെയർ ഉണ്ടായിരുന്നു. അപ്പൊ സ്റ്റെയർ ഉണ്ടെങ്കിൽ ഇവിടെ ഇവിടെ ഒരു ബീം വേണ്ടിയതാണ്, ഒരു പ്ലിന്ത് ബീം, ഇവിടെ ഒരു ബീം വേണ്ടിയതാണ്. അപ്പം അവിടെ ബീം ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾ സെയിം പ്രൊസീജിയർ തന്നെ. ഇപ്പൊ ഏതെങ്കിലും ഒരു ബീം ഇതെടുത്തിട്ട് അങ്ങോട്ടേക്ക് റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത ബീംസ് ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ടൈം പോവും. സെയിം പ്രൊസീജിയർ തന്നെയാണ്. അത് ഡിവൈഡ് ചെയ്യുക, കോപ്പി എടുക്കുക, ഡിസ്റ്റൻസ് നോട്ട് ചെയ്തിട്ട് കോപ്പി എടുക്കുക. അങ്ങനെ എന്തെങ്കിലും എഡിറ്റ് വരികയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റിലെ തന്നെ സെൻട്രൽ ലൈൻ സെറ്റ് ആക്കി കറക്റ്റ് ആണ്, സെൻട്രൽ ബീംസ് എല്ലായിടത്തും കൊടുത്തു ഉറപ്പ് വരുത്തിയതിന് ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കുഴപ്പമില്ല, അങ്ങനെ എടുക്കാം. പിന്നെ ഞാൻ സിമിലർ സ്റ്റോറി ഇട്ടിട്ടാണ് ഇത്ര എഡിറ്റ് ചെയ്തത്. അപ്പൊ കണ്ടോ, ഇവിടെ ഞാൻ ചേഞ്ച് ചെയ്തതനുസരിച്ച് ഇവിടെ ഞാൻ ചേഞ്ച് ചെയ്തതനുസരിച്ച് ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സിമിലർ സ്റ്റോറി ഇട്ടിട്ടാണ് ഇവിടെ ഞാൻ ശരിയായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം കോളം ടു കോളം ആണ് ഒരു ബീം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ബീമാണ് അല്ലേ, പ്രൈമറി ബീമാണ്, ഫിക്സഡ് ആണ്. അതായത് രണ്ട് ബോത്ത് സെന്റർ ഇതൊരു ബീമായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. അപ്പം ഇതിനെ സെലക്ട് ചെയ്തപ്പോൾ ഇതെല്ലാം കൂടി സെലക്ട് ആയി. അപ്പൊ നമുക്ക് അതിനെ വേറെ വേറെ ബീമായിട്ട് പറയണം, സെപ്പറേറ്റ് ചെയ്യണം. അപ്പൊ അതിനായിട്ട് ഇതെടുക്കുക, ഡിവൈഡ് ഫ്രെയിംസ് ഓപ്ഷൻ, ബ്രേക്ക് അറ്റ് ഇന്റർസെക്ഷൻ, അപ്ലൈ. ഓക്കെ, കണ്ടോ, ഇപ്പൊ ഇതൊരു ഇതെന്ന് പറഞ്ഞൊരു കണ്ടിന്യൂസ് ബീമാണ്. എനിക്ക് ഇത്രയും മതി, ഇത്രയും വേണ്ട, അത് വേറെ ബീമായിട്ട് നമുക്ക് വേറെ ഡിഫൈൻ ചെയ്യാം. അപ്പൊ അതിനായിട്ട് ആ പെർട്ടിക്കുലർ ബീം സെലക്ട് ചെയ്തെടുക്കുക, ഡിവൈഡ് ഫ്രെയിംസ്, അപ്ലൈ. ഓക്കെ, അതൊരു ബീമായി. ഓക്കെ, ഇത് ഞാൻ ഡിവൈഡ് ചെയ്തില്ല, കാരണം ഇതൊരു കണ്ടിന്യൂസ് ബീമാണ്, സെക്കൻഡറി ബീം വന്ന് കയറുന്നതാണ്. കോളം ടു കോളം ആണ് ഒരു ബീം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ബീം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അതിനെ വേറെ ഡിവൈഡ് ചെയ്യില്ല. കോളം ടു കോളം ആയിട്ട് വരുന്നതിനാണ് ഒരു ബീം ഡിവൈഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇപ്പൊ ഇവിടെ ഒരു ഇപ്പൊ ഇതിനെ ഡിവൈഡ് ചെയ്യണം, ഇതിനെ സെലക്ട് ചെയ്യുക, ഡിവൈഡ് ഫ്രെയിംസ്, അപ്ലൈ. ഓക്കെ, കണ്ടോ, ഇതൊരു ബീമായി, ഇത് വേറെ ഒരു ബീമായി. ഓക്കെ, അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കണം. ഇനി സ്ലാബ് ആഡ് ചെയ്യുന്നത്, സ്ലാബ് ആഡ് ചെയ്യുന്നത് ഓപ്ഷൻ ഇവിടെയാണ്, ഡ്രോ ഫ്ലോർ സ്ലാബ്. ബൈ ഡിഫോൾട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്ലാബ് സെറ്റ് ആക്കിയതിന് ശേഷം, ഡിഫൈൻ ചെയ്തതിന് ശേഷം നമ്മളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നേരെ ഇവിടെ വന്ന് സെലക്ട് ചെയ്തിട്ട് സ്ലാബ് ആഡ് ചെയ്യും. അപ്പൊ നമ്മൾ അറിയാതെ ഇപ്പൊ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ഇങ്ങനെ നമ്മൾ സ്ലാബ് ആഡ് ചെയ്തു. ശരിക്കും സ്ലാബ് ഇവിടെ ശരിക്കും സ്ലാബ് ഇങ്ങനെയല്ല കൊടുക്കേണ്ടത്. സ്ലാബ് ഓരോ ബീംസിനും ഓരോരോ സ്ലാബ് ആയിട്ടാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ അതിനായിട്ട് നമ്മൾ കുക്കി കട്ട് എന്ന് പറഞ്ഞ കമാൻഡ് ഉണ്ട്. അപ്പൊ ആ കമാൻഡ് ചൂസ് ചെയ്യാം. പിന്നെ സ്ലാബ് കൊടുക്കുമ്പോൾ ബീം, അതായത് എനിക്ക് ഇത്രയും പോർഷൻ റിമൂവ് ചെയ്യണം. ഇത് രണ്ടും ഡക്റ്റ് ആണ്, ഇവിടെ സ്ലാബ് വേണ്ട.
പിന്നെ മാത്രമല്ല ഇത് ഒരു ബീം കൊടുക്കേണ്ടതാണ് ട്ടോ ഇവിടെ. അവിടെയും ഇതൊരു സ്റ്റെയർ മീൻസ് ഇതും വേറെ വേറെ സ്ലാബ് പീസസ് ആയിട്ട് വേണം. അപ്പൊ അതിനായിട്ട് ഞാൻ വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഫുള്ള് കൊടുത്തിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക, ബീംസ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഡിവൈഡ് ഷെൽഫ് ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുക, ഇത് ഓഫ് ചെയ്യുക, അപ്ലൈ. ഓക്കെ, കണ്ടോ വേറെ വേറെ ഇതായിട്ട് ഡിവൈഡ് ആയിട്ടുണ്ട്. പിന്നെ ഇത് വന്നില്ല, അപ്പോൾ ഒന്നുകൂടി സെലക്ട് ചെയ്തിട്ട് പെർട്ടിക്കുലർ ബീംസ് സ്ലാബ് സെലക്ട് ചെയ്യുക, ബീം സെലക്ട് ചെയ്യുക, ഡിവൈഡ് ഷെൽസ് കൊടുക്കുക, സെയിം ഓപ്ഷൻ തന്നെയാണ്, ഓക്കെ കൊടുക്കുക. ഇതും വേറെ വേറെ ആയി. ഇതിനെ എനിക്ക് ഡിലീറ്റ് ചെയ്യാം, ഇതിനെനിക്ക് ഡിലീറ്റ് ചെയ്യാം, ഇതിനെയും ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് വേറെ സ്ലാബായിട്ട് കൊടുക്കാം. സ്ലാബ് വരയ്ക്കണേ മുമ്പ് സ്ലാബിന്റെ സെക്ഷൻ കറക്റ്റ് ആണോ എന്ന് ഇവിടെ നോക്കണേ. സ്ലാബ് വരയ്ക്കാൻ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇത് സിമിലർ സ്റ്റോറി ഇട്ടിട്ടാണ് മേലെ സ്റ്റോറി ഒക്കെ വന്നത് കേട്ടോ. അതാണ് അതിന്റെ യൂസ്, ആ ഒരു കമാൻഡിന്റെ യൂസ്. സ്ലാബ് കൊടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്, ഡ്രോ ഒരു റെക്ടാംഗുലർ ഫ്ലോർ സ്ലാബ് വരയ്ക്കുക. അതായത് ഇങ്ങനെ സ്റ്റാർട്ട് ആൻഡ് പോയിന്റ് വന്നിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വരച്ചു കൊടുക്കാം. പിന്നെ ഇതാണ് കുറച്ചും കൂടി എളുപ്പം, പോയിന്റ്സ് പിടിക്കുകയാണ്. ഓക്കെ, പിന്നെ നമ്മൾ പുതിയ ബീം നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ ഓൾറെഡി അവിടെ ജോയിന്റ് ഡിഫൈൻഡ് ആയിരിക്കും. നമ്മളൊരു ബീം വരയ്ക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ആൻഡ് ജോയിന്റ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. എനിക്ക് പുതിയ ജോയിന്റ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഡ്രോ ജോയിന്റ് ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്കൊരു ജോയിന്റിന് നമുക്കിവിടെ ഡിഫൈൻ ചെയ്യാം. എന്തെങ്കിലും ഒരു ജോയിന്റ് ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ, പുതിയ ജോയിന്റ് ആഡ് ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും ഒരു കമ്പോണന്റ് വെക്കാനായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇനി ഇതുവരെയുള്ള മനസ്സിലായോ? നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ലോഡ് ആപ്ലിക്കേഷൻ കൂടെ ഉണ്ടായിരുന്നു. ഹലോ, നമുക്കിന്ന് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇപ്പൊ എഡിറ്റിംഗ് കമാൻഡ് ഇപ്പൊ ആവശ്യമുള്ളതെല്ലാം നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിലും ഇന്നത്തെ ക്ലാസ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലോഡ് ആപ്ലിക്കേഷനും അനാലിസിസും മാത്രമേ ഉള്ളൂ. അനാലിസിസും ഡിസൈൻ പാർട്ടും മാത്രമേ ഉള്ളൂ ഈ ടാബ്സിൽ. ലോഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ വോൾ ലോഡ്, സ്ലാബ് ലോഡ്, വിൻഡ് ലോഡ്, എർത്ത് ക്വേക്ക് ലോഡ് അതെല്ലാം കൊടുക്കാം. സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യട്ടോ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ നെറ്റ് ഇടക്ക് പോയാലും അറിയില്ല. കേൾക്കുന്നുണ്ട്. ഓക്കെ, എന്നാൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കി നാളെ നോക്കാം. ഓക്കെ.